ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പരിചയപ്പെട്ടായിരുന്നു ആരൊക്കെയാണ് ജി എസ് ടിയിൽ കമ്പൾസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. അവരുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ എന്താണ് അവരുടെ നേച്ചർ ഓഫ് ബിസിനസ്സിൻ്റെ അടിസ്ഥാനത്തിലുമാണ് അവർ എന്തെടുക്കേണ്ടത്. ജി എസ് ടി എന്ന് പറയുന്ന ടാക്സേഷനിൽ കമ്പൾസറി ആയിട്ടും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്ന ബിസിനസ്സുകാർ ഏതൊക്കെ രീതിയിലുള്ള പ്രൊസീജിയേഴ്സാണ് രജിസ്ട്രേഷന് വേണ്ടി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രൊസീജിയേഴ്സ് ഏതൊക്കെയെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, എ പേഴ്സൺ ഹൂ ലൈബിൾ ടു രജിസ്റ്റേർഡ് ഷാൽ അപ്ലൈ ദ രജിസ്ട്രേഷൻ വിത്തിൻ 13 days ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഹി become liable to registration if such person has operation in more than one state or union territory. He shall apply for registration in each state or union territory separately. അതായത് ഒരു ബിസിനസ്സുകാരന് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണമെന്ന് ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ബാധ്യത അല്ല എങ്കിൽ അയാളുടെ അത് ചിലപ്പോൾ അയാളുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, അല്ല എങ്കിൽ അയാൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കാം. അപ്പോൾ ഗവൺമെൻറ് പറയുകയാണ്, നിങ്ങൾ ജി എസ് ടി രജിസ്റ്റർ ചെയ്യാനുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് ഗവൺമെൻറ് പറയുന്നത് അന്ന് തൊട്ട് 30 ദിവസത്തിനുള്ളിൽ അയാൾ മസ്റ്റായിട്ട് എന്തെടുത്തിട്ടുണ്ടാകണം, ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാകണം. ഒന്ന്. ഇനി രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു ബിസിനസ്സുകാരന് ഒന്നിലധികം സ്റ്റേറ്റുകളിൽ അയാളുടെ സെയിം ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ ഓരോ സ്റ്റേറ്റിലും ഉള്ള അയാളുടെ ഓരോ ബിസിനസ് സ്ഥാപനത്തിനും സെപ്പറേറ്റ് ആയിട്ടായിരിക്കണം എന്തെടുക്കേണ്ടത്, ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കേരളത്തിലെ ഒരു ബിസിനസ്സുകാരനാണ്, എനിക്ക് കേരളത്തിൽ ഒരു തുണിക്കടയാണ് ഉള്ളതെന്ന് സങ്കല്പിക്കുക. ഇതേ സെയിം തുണിക്കട എനിക്ക് തമിഴ്നാട്ടിലും ഉണ്ടെന്ന് കരുതുക. അപ്പോൾ എൻ്റെ ഈ ബിസിനസ് സ്ഥാപനം രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ രണ്ട് ബിസിനസ് സ്ഥാപനമായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ കേരളത്തിലെ ബിസിനസ് സ്ഥാപനം കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ കേരളം എന്ന് പറയുന്ന ബിസിനസ് സ്ഥാപനം, കേരളത്തിലുള്ള എൻ്റെ ബിസിനസ് സ്ഥാപനം കേരളത്തിലായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത്. അന്നേരം എനിക്ക് കിട്ടുന്ന ജി എസ് ടി നമ്പർ എന്ന് പറയുന്നത് 15 ഡിജിറ്റ് ആണ്. അത് കേരളത്തിൻ്റെ ജി എസ് ടി നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, എനിക്ക് തമിഴ്നാട്ടിൽ ഒരു ബിസിനസ് സ്ഥാപനമുണ്ട് ഇതേ സെയിം രീതിയിലുള്ളത്. എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ അവിടുത്തെ ബിസിനസ് സ്ഥാപനത്തിന് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ അവിടുത്തെ തമിഴ്നാട് സ്റ്റേറ്റിൽ ആയിരിക്കണം എൻ്റെ ബിസിനസ് സ്ഥാപനം രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റേറ്റിലും ബിസിനസ്സുകാരന് ബ്രാഞ്ചസ് ഉണ്ട് എങ്കിൽ അതാത് സ്റ്റേറ്റിലെ ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ അതാത് സ്റ്റേറ്റിനെയാണ് സമീപിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ഇന്ത്യയിൽ മൊത്തം എന്താണ് 28 സ്റ്റേറ്റുകളും 8 യൂണിയൻ ടെറിട്ടറി മേഖലകളും ആണ് ഉള്ളത്. ഇനി കോഷ്യൽ ടാക്സിബിൾ പേഴ്സൺ ഓർ നോൺ റെസിഡൻറ്റ് ടാക്സിബിൾ പേഴ്സൺ ഷാൽ അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ അറ്റ്ലീസ്റ്റ് 5 days prior to the commencement of business. The application for registration must be in the manner of prescribed rule 8. അതായത് ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ജി എസ് ടിയുടെ അകത്ത് നമ്മൾ പറഞ്ഞു കാഷ്യൽ ടാക്സിബിൾ പേഴ്സൺ ആയിക്കോട്ടെ നോൺ റെസിഡൻറ്റ് ടാക്സിബിൾ പേഴ്സൺ ആയിക്കോട്ടെ, ഈ രണ്ട് രീതിയിലുള്ള ബിസിനസ്സുകാരാണ് എങ്കിൽ അവരുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിലല്ല അവരെന്തെടുക്കുന്നത്, ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള ബിസിനസ്സുകാർ എന്നാണോ അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് 5 ദിവസത്തിന് മുമ്പ് തന്നെ എന്തെടുക്കണം, അവർ മസ്റ്റായിട്ടും അവർ ബിസിനസ്സിൽ വരുന്നതിന് 5 ദിവസം മുമ്പ് തന്നെ എന്തെടുത്തിരിക്കണം, അവർ മസ്റ്റായിട്ടും ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാകണം. അത് റൂൾ 8 പ്രകാരമാണ് എന്തെടുക്കേണ്ടത്, ഇവർ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. ആ റൂൾ 8 കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവർക്ക് വേണ്ടിയുള്ള പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഇവർക്ക് വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഫോർമാറ്റാണ്. ഇവർ ഏത് രീതിയിലൊക്കെയാണ് ഏത് രീതിയിലുള്ള ആപ്ലിക്കേഷൻ ഫോമൊക്കെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്, ഏത് രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത് മുതലായ എല്ലാ കാര്യങ്ങളും റൂൾ 8 പറയുന്നുണ്ട് കൃത്യമായിട്ടും. ഓക്കെ, അപ്പോൾ കോഷ്യൽ ടാക്സിബിൾ പേഴ്സൺ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള പേഴ്സൺസും എന്താണ്, അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന 5 ദിവസം മുമ്പ് മസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാകണം, ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാകണം. ഓക്കെ, ഇനി എ പേഴ്സൺ സീക്കിംഗ് രജിസ്ട്രേഷൻ അണ്ടർ സി ജി എസ് ടി ആക്ട് ഷാൽ ബി ഗ്രാൻഡഡ് എ സിംഗിൾ രജിസ്ട്രേഷൻ ഇൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. അതായത് ഇപ്പോൾ ഞാൻ കേരളത്തിലെ ഒരു ബിസിനസ്സുകാരൻ ഇരിക്കട്ടെ, ഞാൻ കേരളത്തിൻ്റെ സി ജി എസ് ടി ആക്ട് അനുസരിച്ചായിരിക്കും എൻ്റെ ബിസിനസ് സ്ഥാപനം രജിസ്റ്റർ ചെയ്യുന്നത്. എനിക്ക് കേരളത്തിൽ ഒന്നിലധികം സ്ഥലത്ത് ബ്രാഞ്ചസ് ഉണ്ട് എങ്കിൽ ഓക്കെ, എനിക്ക് ആ ഒരൊറ്റ ജി എസ് ടി രജിസ്ട്രേഷൻ
എൻ്റെ എല്ലാ ബിസിനസ് സ്ഥാപനത്തിനും ഒരൊറ്റ GST രജിസ്ട്രേഷൻ നമ്പർ മതിയാകും. അത് CGST ആക്ട് ഉറപ്പ് നൽകുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരു യൂണിയൻ ടെറിട്ടറി മേഖലയിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലോ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഒന്നിലധികം സ്വഭാവമുള്ള ബിസിനസ് സ്ഥാപനത്തിന് ഒന്നിലധികം ബ്രാഞ്ചസ് ഉണ്ട് എങ്കിൽ എന്താണ്, അതിന് ഒരൊറ്റ GST രജിസ്ട്രേഷൻ നമ്പർ എടുത്താൽ മതി. അല്ലെങ്കിൽ ആ ബിസിനസ് സ്ഥാപനം ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം GST രജിസ്ട്രേഷൻ എടുത്താൽ മതി. അല്ലാതെ ഓരോ ബ്രാഞ്ച് ഓഫീസിൻ്റെ പേരിൽ എന്തെടുക്കേണ്ട, സെപ്പറേറ്റ് ആയിട്ട് ആ സ്റ്റേറ്റിൽ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യമാണ്, എ പേഴ്സൺ ഹാവിംഗ് മൾട്ടിപ്പിൾ ബിസിനസ് വെർട്ടിക്കൽസ് ഇൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി മേ ബി ഗ്യാരണ്ടീഡ് എ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഫോർ ഈച്ച് ബിസിനസ് വെർട്ടിക്കൽ സബ്ജക്റ്റ് ടു കണ്ടീഷൻസ്. അതായത് പറയാം എന്താണെന്നുള്ളത്. നമ്മൾ ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനാണ്, നമ്മൾ ബിസിനസ് വെർട്ടിക്കൽ എന്തെന്ന് മുമ്പിലത്തെ വീഡിയോസിലൂടെ പരിചയപ്പെട്ടായിരുന്നു. ലംബമായിട്ട് ബിസിനസ് ചെയ്യുക. അതായത് ഒരു ബിസിനസ്സുകാരനായിരിക്കും, പക്ഷേ അയാൾ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്വഭാവമുള്ളതായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് റിലയൻസ് പെട്രോളിയം ആയി ബന്ധപ്പെട്ടുള്ള റിലയൻസ് എന്ന് പറയുന്ന ഒരു പെട്രോൾ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമ്പനി ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ഈ കമ്പനിയിൽ രണ്ട് രീതിയിലുള്ള ബിസിനസ്സാണ് നടക്കുന്നത്. ഒന്ന് പെട്രോളിയം ഖനനം ചെയ്തെടുക്കുന്ന പ്രക്രിയ, അതുപോലെ തന്നെ ഈ പെട്രോളിയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന പ്രക്രിയ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്താണ്, രണ്ട് രീതിയിലുള്ള പർപ്പസിന് വേണ്ടിയുള്ള ബിസിനസ് സ്ഥാപനമാണ് അല്ലേ. ഒന്ന് പെട്രോളിയം ഖനനം ചെയ്തെടുക്കുന്നത്, മറ്റേത് പെട്രോളിയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ സെയിൽ ചെയ്യപ്പെടുന്നത്. ഇത് രണ്ടെണ്ണത്തിനും ഉണ്ടാകുന്ന വരുമാനം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്, റിസ്ക്കും ഡിഫറൻ്റ് ആണ്. രണ്ട് പർപ്പസിന് വേണ്ടിയുള്ള ബിസിനസ് സ്ഥാപനമാണ്. ഉടമസ്ഥൻ ഒന്നാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് സെയിം സ്റ്റേറ്റിലാണ് ഈ ഒരു ബിസിനസ് സ്ഥാപനം ഉള്ളതെങ്കിൽ, ഈ രീതിയിലുള്ള രണ്ട് ലംബമായിട്ടുള്ള ബിസിനസ് സ്ഥാപനം ഉള്ളതെങ്കിൽ, ഈ രണ്ട് ബിസിനസ് സ്ഥാപനത്തിൻ്റെയും സ്വഭാവം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ബിസിനസ് സ്ഥാപനത്തിന് രണ്ടെണ്ണത്തിനും എന്തെടുക്കണം, സെപ്പറേറ്റ് ആയിട്ട് GST രജിസ്ട്രേഷൻ എടുക്കണമെന്നാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ വെർട്ടിക്കലായിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്വഭാവമുള്ള ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ, ഒരു സ്റ്റേറ്റിൽ തന്നെ ചെയ്യുന്നതെങ്കിൽ, ആ ഓരോ ബിസിനസ് സ്ഥാപനത്തിനും സെപ്പറേറ്റ് ആയിട്ട് എന്തെടുത്തുണ്ടാകണം, GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാകണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ബിസിനസ്സുകാരനാണ്, എനിക്കൊരു തുണിക്കടയുണ്ട്, ഒരു പെട്രോൾ പമ്പുണ്ട്. രണ്ടെണ്ണത്തിനും കൂടി എന്താണ്, ഒറ്റ GST രജിസ്ട്രേഷൻ എടുത്താൽ പോരാ. കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ളത്. പക്ഷേ രണ്ടും ഡിഫറൻറ്റ് സ്വഭാവമുള്ള ബിസിനസ് സ്ഥാപനമല്ലേ. അപ്പോൾ രണ്ടിടത്തിനും സെപ്പറേറ്റ് ആയിട്ട് എന്തെടുക്കണം, GST രജിസ്ട്രേഷൻ എടുക്കണം. തുണിക്കടയുടെ GST രജിസ്ട്രേഷൻ, പെട്രോൾ പമ്പിൻ്റെ GST രജിസ്ട്രേഷൻ എടുക്കണം എന്നാണ് റൂള് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യമാണ്, എ പേഴ്സൺ though not liable to be registered under section 22, section 24 may get himself registered voluntarily. In such cases all the provisions of the act shall apply to such person as applicable to be registered persons. ഓക്കെ, വേറെ ഒന്നുമില്ല, നമ്മൾ സെക്ഷൻ 22. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്താ സാർ ഈ സെക്ഷൻ 22? മക്കളെ, ഞാൻ പറഞ്ഞില്ലായിരുന്നു, അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ GST രജിസ്റ്റർ ചെയ്യേണ്ട ബിസിനസ്സുകാർ, അവരെയാണ് സെക്ഷൻ 22 പറയുന്നത്. അതായത് ഗുഡ്സ് വിൽക്കുന്ന ബിസിനസ്സുകാർ, അതുപോലെ തന്നെ സർവീസ് വിൽക്കുന്ന ബിസിനസ്സുകാർ, അവരുടെ ഇൻകം 40 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ, ഗുഡ്സ് വിൽക്കുന്ന ബിസിനസ്സുകാർ അവരുടെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ 40 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ അവർ കമ്പൾസറി ആയിട്ടും GST രജിസ്ട്രേഷൻ ഇതുണ്ടാകണം. ലോവർ ഇൻകം സ്റ്റേറ്റിലെ ബിസിനസ്സുകാരാണെങ്കിൽ, ഗുഡ്സ് വിൽക്കുന്ന ബിസിനസ്സുകാരാണെങ്കിൽ അവരുടെ ഇൻകം എന്ന് പറയുന്നത് എന്താണ്, 20 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ, അവർ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നത് 20 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ അവർ മസ്റ്റായിട്ട് എന്തെടുത്തുണ്ടാകണം, GST രജിസ്ട്രേഷൻ എടുത്തുണ്ടാകണം. ഇങ്ങനെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അഗ്രിഗേറ്റീവ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിൽ GST രജിസ്റ്റർ ചെയ്യേണ്ട ബിസിനസ്സുകാരാണ് സെക്ഷൻ 22 വരുന്നത്. സെക്ഷൻ 24 വരുന്നത് ബിസിനസിൻ്റെ സ്വഭാവം അനുസരിച്ച് GST കമ്പൾസറി ആയിട്ടും രജിസ്റ്റർ ചെയ്യേണ്ട ബിസിനസ്സുകാരാണ് വരുന്നത്. ഈ രണ്ട് കാറ്റഗറിയിൽ പെടാത്ത വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, GST രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം, ഞാൻ ബിസിനസ്സുകാരനാണ്, എനിക്ക് GST രജിസ്ട്രേഷൻ എടുക്കണമെന്ന് തോന്നി, ഞാൻ എടുത്തു. ഓക്കെ, അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ പോലും സാധാരണ രീതിയിൽ സെക്ഷൻ 22 പ്രകാരവും അതുപോലെ തന്നെ 24 പ്രകാരവും GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ എല്ലാ ടാക്സ് പേയേഴ്സിൻ്റെ പോലെ തന്നെ എന്താണ്, എല്ലാ മാസവും ഞാൻ എന്ത് സബ്മിറ്റ് ചെയ്യണം, എൻ്റെ വരുമാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ടാക്സ് റിപ്പോർട്ടും ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായി വരും. അതുപോലെ തന്നെ എന്താണ്, ഞാൻ ഈ സെക്ഷൻ 22 പ്രകാരവും സെക്ഷൻ 24 പ്രകാരവും അഗ്രിഗേറ്റീവ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിലും അല്ല എങ്കിൽ എന്താണ്, നമ്മുടെ അഗ്രിഗേറ്റീവ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല എങ്കിൽ കമ്പൾസറി GST രജിസ്ട്രേഷൻ എടുക്കേണ്ട വ്യക്തികളോ, ബിസിനസിൻ്റെ സ്വഭാവം അനുസരിച്ച് GST രജിസ്ട്രേഷൻ എടുക്കേണ്ട വ്യക്തികളോ പൂരിപ്പിച്ച് കൊടുക്കുന്ന സെയിം ആപ്ലിക്കേഷൻ ഫോംസ് ഒക്കെ തന്നെയാണ് സാധാരണ രീതിയിൽ സ്വമേധയാ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട വ്യക്തികളും ഗവൺമെൻറ്റിലേക്ക് GST രജിസ്ട്രേഷനായിട്ട് പൂരിപ്പിച്ച് കൊടുക്കേണ്ടി വരിക എന്നാണ് പറയുന്നത്. GST രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തികൾ അവർ പൂരിപ്പിച്ച് കൊടുക്കുന്ന പ്രൊസീജിയേഴ്സിലൊന്നും വ്യത്യാസമുണ്ടാകുന്നില്ല.
ചിലപ്പോൾ കമ്പൾസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കാത്ത വ്യക്തികളും ഇതേ സെയിം രീതിയിലുള്ള എല്ലാ റൂൾസും എല്ലാ ആപ്ലിക്കേഷൻ ഫോമും ആയിരിക്കണം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് GST രജിസ്ട്രേഷന് വേണ്ടി എന്നാണ് പറഞ്ഞു വരുന്നത്. എ പേഴ്സൺ ഹു ഹാസ് ഒബ്റ്റെയിൻ ഓർ ഈസ് റിക്വയർഡ് ടു obtain more than one registration, whether in one state or union territory or more than one state or union territory, shall in respect of each such registration be treated as a distinct persons. അതായത് ഒരു ബിസിനസ്സുകാരൻ ഒരു സ്റ്റേറ്റിൽ ഒന്നിലധികം രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിലോ അല്ല എങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറിയിലോ ഒന്നിലധികം രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിലോ അല്ല എങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ ഒരു ബിസിനസ്സുകാരൻ വ്യത്യസ്തമായിട്ട് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടോ എങ്കിലോ ആ വ്യക്തിയെ ഒക്കെ അയാൾ എടുത്തിരിക്കുന്ന ഓരോ രജിസ്ട്രേഷനെയും ഓരോ വ്യക്തിയായിട്ടേ കണക്കാക്കുകയുള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഞാൻ ഒരു കേരളത്തിലെ ബിസിനസ്സുകാരനാണ്. എനിക്ക് കേരളത്തിൽ 2 രീതിയിലുള്ള ബിസിനസ്സുണ്ട്, തുണിക്കടയുമുണ്ട്, അതുപോലെ തന്നെ പെട്രോൾ പമ്പുണ്ട്. ഞാൻ പെട്രോൾ പമ്പിൻ്റെ പേരിലും GST രജിസ്ട്രേഷൻ എടുത്തു, അതുപോലെ തന്നെ എന്താണ് തുണിക്കടയുടെ പേരിലും GST രജിസ്ട്രേഷൻ എടുത്തെന്ന് സങ്കല്പിക്കുക. ഓക്കെ, അപ്പോൾ വ്യക്തി ഞാനായിരിക്കാം, പക്ഷേ എന്താണ് ഇത് രണ്ടും 2 സെപ്പറേറ്റ് ബിസിനസ് സ്ഥാപനങ്ങളാണ്, 2 സെപ്പറേറ്റ് ക്യാരക്ടറുള്ള ഒരു പേഴ്സണായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. ഉടമസ്ഥൻ ഒന്നാണെങ്കിലും എന്താണ് ഈ 2 GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ് സ്ഥാപനം എന്ന് പറയുന്നത് 2 ഓക്കെ. അതേ സെയിം രീതിയിൽ തന്നെ എന്താണ് ഞാൻ കേരളത്തിലെ ഒരു ബിസിനസ്സുകാരനാണ്, എനിക്ക് തമിഴ്നാടും ബ്രാഞ്ച് ഉണ്ട് എങ്കിൽ ഞാൻ കമ്പൾസറി ആയിട്ട് എന്തെടുത്തുണ്ടാകണം, കേരളത്തിൽ ബിസിനസ് സ്ഥാപനത്തിന് കേരളത്തിൻ്റെ രജിസ്ട്രേഷൻ എടുത്തുണ്ടാകണം, അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ബിസിനസ് സ്ഥാപനത്തിന് തമിഴ്നാട്ടിലെ രജിസ്ട്രേഷൻ എടുത്തുണ്ടാകണം. അപ്പോൾ ഈ 2 സ്റ്റേറ്റിലും ഉള്ള രജിസ്ട്രേഷൻ എന്താണ് 2 സെപ്പറേറ്റ് ബിസിനസ് 2 സെപ്പറേറ്റ് പേഴ്സണായിട്ട് ട്രീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് GSTയുടെ അകത്ത്. ഓക്കെ, a person applying for registration should have a permanent account number issued under the Income Tax Act 1961. A person required to deduct tax under Section 51 may have a tax deduction and collection account number issued under the Income Tax Act 1961 to become eligible for registration. അതായത് നമ്മൾ പഠിച്ചിരുന്നു നമ്മുടെ സെക്ഷൻ 51 പ്രകാരം TDS പിടിക്കുന്ന അല്ലെങ്കിൽ ടാക്സ് സോഴ്സിൽ തന്നെ കളക്ട് ചെയ്യുന്ന ഏതൊരു ബിസിനസ്സുകാരനും GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അയാൾക്ക് മസ്റ്റായിട്ടും എന്തുണ്ടാകണം, ടാൻ അഥവാ ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. എങ്കിൽ മാത്രമേ അയാൾ എന്തിന് അർഹതയുള്ളൂ, GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്യാനുള്ള അർഹത ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് ഇൻകം ടാക്സ് 1961 പ്രകാരം TDS കളക്ട് ചെയ്യുന്ന ഏതൊരു ബിസിനസ്സുകാരനും അല്ല എങ്കിൽ ഏതൊരു വ്യക്തിക്കും GSTയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അയാൾക്ക് കമ്പൾസറി ആയിട്ടും എന്തുണ്ടാകണം, ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കണം. ഇനി ഇങ്ങനെ ടാക്സ് കളക്ട് ചെയ്യാവുന്ന വ്യക്തികളെ പറ്റിയാണ് പറയുന്നത്. ഏതൊക്കെ വ്യക്തികൾക്ക് ടാക്സ് കളക്ട് ചെയ്യാമെന്ന് സെക്ഷൻ 51 പ്രകാരം പറയുന്നുണ്ട്. നമുക്കത് മുന്നോട്ട് വരുമ്പോൾ പഠിക്കാം. ഇപ്പോൾ തൽക്കാലം ചിന്തിക്കുക, എന്താണ് TDS എന്ന് നിങ്ങൾക്കറിയാമല്ലോ. TDS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പോൾ ഞാൻ നമ്മൾ മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു TDS എന്താണെന്നുള്ളത് അല്ലേ. ഇപ്പോൾ TDS കളക്ട് ചെയ്യുന്ന ഏതൊരു ബിസിനസ്സുകാരനും മസ്റ്റായിട്ട് എന്തുണ്ടാകണം, ഒരു ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ എന്തുള്ളൂ, അയാൾക്ക് ഈ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള വ്യക്തിക്ക് മാത്രമേ അങ്ങനെയുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്ക് മാത്രമേ GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്യാൻ എലിജിബിലിറ്റി ഉള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി A non-resident taxable person may be guaranteed registration on the basis of such other document as may be prescribed. അതായത് വിദേശ രാജ്യങ്ങളിൽ പ്രവാസികളായിട്ടുള്ള ബിസിനസ്സുകാർക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുഡ്സോ സർവീസോ ട്രേഡ് ചെയ്യണമെങ്കിൽ അവർ കമ്പൾസറി ആയിട്ടും എന്തെടുത്തുണ്ടാകണം, GST രജിസ്ട്രേഷൻ എടുത്തുണ്ടാകണം. അതിന് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും ഫില്ല് ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് GST രജിസ്ട്രേഷന് വേണ്ടി. ഇനി അടുത്തൊരു കാര്യമാണ് പറയുന്നത്, വേർ എ പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു ബി രജിസ്റ്റേർഡ് ഫെയിൽ ടു ഒബ്റ്റെയിൻ രജിസ്ട്രേഷൻ ദ പ്രോപ്പർ ഓഫീസ് മേ പ്രൊസീഡ് ടു രജിസ്റ്റർ സച്ച് എ പേഴ്സൺ ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്.
അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ അയാൾക്ക് GST രജിസ്ട്രേഷൻ എടുക്കണമെന്ന് ഗവൺമെൻറ് പറഞ്ഞു, അദ്ദേഹം പോയി GST രജിസ്ട്രേഷൻ എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്താണ്, ഏതെങ്കിലും ഒരു കാരണവശാൽ GST രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റിയില്ല, ഫെയിലായി പോയെങ്കിൽ ആ പ്രോപ്പർ ഓഫീസറുടെ സഹായത്തോടു കൂടി ആരാണോ ഏത് അതോറിറ്റിക്കാണോ ഏത് അതോറിറ്റിയുടെ കീഴിലാണോ ഇദ്ദേഹം GST രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തത്, ആ അതോറിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി വഹിക്കുന്ന ഓഫീസറുടെ സഹായത്തോടു കൂടി വീണ്ടും അഗൈനായിട്ട് അയാൾക്ക് എന്തെടുക്കാൻ പറ്റും, പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ പഴയ രീതിയിൽ തന്നെ സാധാരണ എല്ലാ വ്യക്തികളും GST രജിസ്ട്രേഷൻ എടുക്കുന്ന രീതിയിൽ എന്തെടുക്കാൻ പറ്റും, GST രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യമാണ്, എനി സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ, മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, കോൺസുലേറ്റ്, എംബസി ഓഫ് ഫോറിൻ കൺട്രീസ് ആൻഡ് any other noticed person shall be guaranteed to a unique identity number for tax purpose. അതായത് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും രീതിയിൽ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺസുലേറ്റോ എംബസിയോ ഫോറിൻ കൺട്രീസോ അല്ലെങ്കിൽ ഏതെങ്കിലും അതർ പേഴ്സൺസ് അവരുടെ സർവീസുകളോ സേവനങ്ങളോ അല്ലെങ്കിൽ ഗുഡ്സോ ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അവർ എന്തിൻ്റെ പരിധിയിൽ വരുന്നു, ഇന്ത്യയുടെ അകത്ത് ടാക്സിൻ്റെ പരിധിയിൽ വരുന്നു. ഓക്കെ, അപ്പോൾ കമ്പൾസറി ആയിട്ടും അവർ എന്തെടുത്തുണ്ടാകണം, അവരും ഒരു GST രജിസ്ട്രേഷൻ എടുത്തുണ്ടാകണം. അതിന് ഗവൺമെൻറ് എന്ത് കൊടുക്കുന്നു, അവർക്കൊരു യൂണിക് ഐഡൻറ്റിറ്റി നമ്പർ കൊടുക്കുന്നു. ഇങ്ങനെ രജിസ്ട്രേഷൻ എടുക്കുന്ന വ്യക്തികൾക്ക് ഒന്നെങ്കിൽ ഒരു യൂണിക് ഐഡൻറ്റിറ്റി നമ്പറോ അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നു. അതൊരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്കായിരിക്കും കൊടുക്കുന്നത്. നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൻ്റെ കാലാവധി നീട്ടി എടുക്കാൻ പറ്റും. പിന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഈ രീതിയിൽ രജിസ്ട്രേഷൻ എടുക്കുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ രജിസ്ട്രേഷൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയുമായി ഗവൺമെൻറ് സംസാരിക്കുകയും വേണമെങ്കിൽ അവർക്കെന്താണ് അവരുടെ ആ യൂണിക് ഐഡൻറ്റിറ്റി നമ്പറിൻ്റെയോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി നീട്ടിക്കിട്ടുവാനും ഗവൺമെൻറ്റിൽ ആപ്ലിക്കേഷൻ ഫോം സമർപ്പിക്കാമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇത്രയുമാണ് നമ്മുടെ GST രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ മുമ്പിലത്തെ വീഡിയോയിലൂടെ പറഞ്ഞത് ഏതൊക്കെ പ്രൊസീജിയേഴ്സാണ് ഒരു GST രജിസ്ട്രേഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബിസിനസ്സുകാരൻ വഹിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറഞ്ഞു വന്നത്. ഇനി നമ്മൾ ഫസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഏതൊക്കെ രീതിയിലുള്ള ആപ്ലിക്കേഷൻ ഫോമാണ് GST രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. നോർമലി ഏതൊരു ബിസിനസ്സുകാരനും അവർ GST രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ അവർ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരാണ് GSTR REG അഥവാ രജിസ്ട്രേഷൻ ഫോം 01 എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് ഏതൊരു ബിസിനസ്സുകാരനും GST രജിസ്ട്രേഷന് വേണ്ടി ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ പ്രധാനമായിട്ടും വന്ന എന്തൊക്കെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബിസിനസ്സിന് GST ആപ്ലിക്കേഷൻ ഫോമാണ് GST രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ GST രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതിന് രണ്ട് രീതിയിലുള്ള പാർട്ടുണ്ട്. പാർട്ട് എ എന്ന് പറയുന്ന കാര്യവും പാർട്ട് ബി എന്ന് പറയുന്ന കാര്യവുമാണ് GST രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോം 01-ൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പാർട്ട് എ എന്ന് പറയുന്ന കാര്യമാണ്. പാർട്ട് എയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ഡേറ്റാബേസിൽ നിന്നും നമ്മുടെ ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലീഗൽ നെയിം, അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ്, ഈ മുതലായ കാര്യങ്ങൾ ആണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് കാര്യം നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബിസിനസ്സിൻ്റെ ലീഗൽ രജിസ്ട്രേഷൻ അഡ്രസ്സ് ഏത്, അല്ലെങ്കിൽ ലീഗൽ രജിസ്ട്രേഷൻ നെയിം എന്ത്, അതാണ് ഫസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഓൺലൈൻ വഴി. രണ്ടാമത് കൊടുക്കേണ്ടത് ബിസിനസ്സിൻ്റെ പാൻ കാർഡാണ് കൊടുക്കേണ്ടത്. പിന്നീട് പ്രധാനമായിട്ടും വരുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ വിവരങ്ങൾ കറക്റ്റ് ആണോ, അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും വെരിഫിക്കേഷൻ ചെയ്യുന്നു. ഈ 3 സ്റ്റെപ്പാണ് എവിടെ വരുന്നത്, നമ്മുടെ GST രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോമായ GSTR രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പാർട്ട് എ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഒന്ന് ബിസിനസ്സിൻ്റെ ലീഗൽ നെയിം, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ബിസിനസ്സിൻ്റെ പാൻ കാർഡ് നമ്പർ കൊടുക്കുക,
അതുപോലെ തന്നെ എന്താണ് മൊബൈൽ നമ്പർ കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ മൊബൈൽ ബിസിനസ് സ്ഥാപനത്തിൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു, ദെൻ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ ഓൺലൈൻ വഴി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്കും ഒരു OTP വരും, അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സിലേക്കും ഒരു OTP വരും. അത് നിങ്ങൾ ആ സൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ GSTR രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിലെ പാർട്ട് എ എന്ന് പറയുന്ന സെക്ഷൻ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മൾ GSTR രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ GSTR ആപ്ലിക്കേഷൻ ഫോം GST രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പാർട്ട് എയിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് പാർട്ട് എ ആപ്ലിക്കേഷൻ ഫോം ഒന്ന് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. നമ്മുടെ പാർട്ട് എ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് മാനുവലായിട്ടല്ല, നമ്മൾ ഓൺലൈൻ സോഫ്റ്റ്വെയറിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നോക്കി, ഇതാണ് ഓൺലൈൻ സൈറ്റിൽ പ്രധാനമായിട്ടും കൊടുക്കുന്ന കാര്യം. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ലീഗൽ നെയിം മെൻഷൻ ചെയ്യുന്നു. അതായത് പാൻ കാർഡിൽ എങ്ങനെയാണോ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം മെൻഷൻ ചെയ്തിരിക്കുന്നത് അതേ സെയിം രീതിയിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ലീഗൽ നെയിം മെൻഷൻ ചെയ്യണം ഓൺലൈനിൽ. ദെൻ ബിസിനസ്സിൻ്റെ പാൻ കാർഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക, പിന്നെ ബിസിനസ്സിൻ്റെ ഇമെയിൽ അഡ്രസ്സ് മെൻഷൻ ചെയ്യുക, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ മൊബൈൽ നമ്പർ മെൻഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ സൈറ്റിൽ സേവ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിലേക്കും അതുപോലെ തന്നെ മൊബൈൽ അഡ്രസ്സിലേക്കും എന്ത് വരും, OTP വരും. അത് നിങ്ങൾ അവിടെ പിന്നീട് വരുന്ന ഡയലോഗ് ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് അതിനുശേഷം അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ബിസിനസ് സ്ഥാപനം ടെമ്പററി ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു രീതിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, നിങ്ങൾക്ക് അതായത് നമ്മുടെ GSTR രജിസ്ട്രേഷൻ 01 ആപ്ലിക്കേഷൻ ഫോമിലെ പാർട്ട് എ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളുടെ മൊബൈലിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജിമെയിലിലേക്കും വരും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഈ രീതിയിൽ നിങ്ങൾ ഈ പാർട്ട് എ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെസ്പെക്റ്റീവ് ഓഫീസേഴ്സ് എന്ത് ചെയ്യും, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിന് ലീഗൽ നെയിം കൊടുത്തത് ശരിയാണോ, അത് പാൻ കാർഡ് കറക്റ്റാണോ, മൊബൈൽ നമ്പർ കറക്റ്റാണോ, ഈ മുതലേ കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫിക്കേഷൻ ചെയ്യും. അതിനുശേഷമാണ് നിങ്ങൾക്ക് എന്ത് അലോട്ട് ചെയ്ത് തരുന്നത്, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിന് ടെമ്പററി ആയിട്ടുള്ള TRN നമ്പർ അഥവാ ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ അലോട്ട് ചെയ്ത് തരുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ GSTR രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന നോർമൽ രീതിയിലുള്ള ബിസിനസ്സുകാരാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. എന്നാൽ കോഷ്യൽ ടാക്സബിൾ പേഴ്സൺസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിക്കോട്ടെ, ആ രീതിയിലുള്ള ബിസിനസ്സുകാരൊക്കെയാണ് എങ്കിൽ വേറെ ആപ്ലിക്കേഷൻ ഫോമാണ് GST രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിക്കോട്ടെ, കോഷ്യൽ ടാക്സബിൾ പേഴ്സൺസ് ഒക്കെ ആയിക്കോട്ടെ, അവരുടെ ബിസിനസ് സ്ഥാപനം GSTയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ഇനി മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ എനിക്ക് കേരളത്തിൽ ഒരു ബിസിനസ് സ്ഥാപനമുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ബിസിനസ് സ്ഥാപനമുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു 4-5 ബിസിനസ് ബ്രാഞ്ചസ് ഓഫീസ് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഒറ്റ GST രജിസ്ട്രേഷൻ എടുത്താൽ മതി. അപ്പോൾ ഞാൻ പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് GSTR രജിസ്ട്രേഷൻ 01 പൂരിപ്പിച്ച് കൊടുത്താൽ മതി. എന്നാൽ എൻ്റെ ബിസിനസ് സ്ഥാപനത്തിന് ഏതെങ്കിലും സ്പെഷ്യൽ എക്കണോമിക് സോണിൽ, ഇപ്പോൾ ഉദാഹരണം കാക്കനാട് മുതലായ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒരു യൂണിറ്റ് ഉണ്ട്, ഒരു ബ്രാഞ്ച് ഓഫീസ് ഉണ്ട് എങ്കിൽ ഞാൻ ആ ബ്രാഞ്ച് ഓഫീസിന് GST രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ ഞാൻ പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം ഡിഫറൻ്റ് ആണ്. അത് മുന്നോട്ട് വരുമ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ബിസിനസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരൻ അയാൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ട GST രജിസ്ട്രേഷന് വേണ്ടി അയാളുടെ ബിസിനസ് സ്ഥാപനം GST രജിസ്ട്രേഷന് വേണ്ടി പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം GST REG 01 അല്ല. ദെൻ അയാൾക്ക് അതുപോലെ തന്നെ അയാൾക്ക് സ്പെഷ്യൽ എക്കണോമിക് സോണിലാണ് ബ്രാഞ്ചസ് ഓഫീസ് ഉള്ളത്, അല്ല ബിസിനസ് സ്ഥാപനമുള്ളത്. എന്നാൽ അയാൾക്ക് ആ ബ്രാഞ്ച് സ്പെഷ്യൽ എക്കണോമിക് സോണിന് വെളിയിലും യൂണിറ്റുകളുണ്ട്, ബിസിനസ് യൂണിറ്റുകളുണ്ട് എങ്കിൽ അയാൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമാണ് GST രജിസ്ട്രേഷന് വേണ്ടി പൂരിപ്പിച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ബിസിനസ്സുകാരനും ഈ പറഞ്ഞിരിക്കുന്ന സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ബ്രാഞ്ചസ് ഉള്ള ബിസിനസ്സുകാരനും ആ യൂണിറ്റ് ആ ബ്രാഞ്ച് GST രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയും അതുപോലെ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ബിസിനസ് നടത്തുന്ന ബിസിനസ്സുകാർ
അവർക്ക് എന്താണ് ഔട്ട്സൈഡ് ഓഫ് സ്പെഷ്യൽ എക്കണോമിക് സോണിന് വെളിയിൽ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ആ രീതിയിലുള്ള ബിസിനസ്സുകാർ, അതുപോലെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, കാഷ്വൽ ടാക്സി പേഴ്സൺസ് എന്നിവരൊഴികെയുള്ള ഏതൊരു വ്യക്തിയും GSTയിൽ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ അവർ കമ്പൾസറി ആയിട്ട് എന്ത് ചെയ്യണം, അവർ പൂരിപ്പിച്ച് കൊടുക്കേണ്ട, ഓൺലൈൻ മുഖേന പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് GSTR-REG01 ആണ്. അതിൻ്റെ പാർട്ട് എയിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ ആ ബിസിനസ്സിൻ്റെ ലീഗൽ നെയിം, പെർമനന്റ് അക്കൗണ്ട് നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ തന്നെ ആ ബിസിനസ് സ്ഥാപനം ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത്, അതുപോലെ തന്നെ ഏത് യൂണിയൻ ടെറിട്ടറി മേഖലയിൽ വരുന്നു, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പൂരിപ്പിച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ ഇൻകം ടാക്സ് അതോറിറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോപ്പർ അതോറിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് തരുന്നു, ടെമ്പററി ആയിട്ടുള്ള TRN നമ്പർ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്താണ് GSTR രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ആദ്യത്തെ പാർട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ലീഗൽ നെയിം, പാൻ കാർഡ്, ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, പിന്നെ സ്റ്റേറ്റ്, നിങ്ങൾ ഏത് ജില്ലയിൽ പെടുന്നതെന്ന് വരെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത കാര്യം, നിങ്ങൾ GSTR രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ 01 ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പാർട്ട് എ ഭാഗം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ കൊടുക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ GSTR രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പാർട്ട് ബി ഭാഗമാണ് രണ്ടാമത് കൊടുക്കുന്നത്. ഇനി പാർട്ട് ബിയിൽ പ്രധാനമായിട്ടും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഡോക്യുമെൻറ്റ്സ്, ബിസിനസ് സ്ഥാപനത്തിൻ്റെ ID പ്രൂഫ് മുതലായ ബിസിനസ് സ്ഥാപനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ പാർട്ട് ബി GSTR രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പാർട്ട് ബിയിലാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കുമെന്ന്. ബിസിനസ് സ്ഥാപനത്തിൻ്റെ ട്രേഡ് നെയിം, അതായത് നമുക്ക് ലീഗൽ നെയിം ഒഴിച്ച് വേറെ ഏതെങ്കിലും തരത്തിൽ ട്രേഡ് നെയിം ഉണ്ടെങ്കിൽ ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ട്രേഡ് നെയിം ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഈസ്റ്റേൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് അതിൻ്റെ ലീഗൽ നെയിം, പക്ഷേ ഈസ്റ്റേൺ എന്ന് മാത്രമേ ട്രേഡ് നെയിം ഉള്ളൂ എങ്കിൽ നമുക്കത് അവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ നമ്മുടെ ബിസിനസ് സ്ഥാപനം ഏത് രീതിയിലുള്ളതാണ്, പ്രോപ്പർട്ടിഷിപ്പ് ആണോ, ഹിന്ദു ഡിവൈഡ് ഫാമിലി ആണോ, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണോ, അല്ലെങ്കിൽ അൺലിമിറ്റഡ് കമ്പനിയാണോ, ലോക്കൽ അതോറിറ്റി ആണോ, അതായത് നമ്മുടെ ഇൻകം ടാക്സിൻ്റെ അടിസ്ഥാനത്തിൽ ടാക്സ് പേ ചെയ്യുന്ന അസസികളെ 7 അല്ലെങ്കിൽ 8 ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അതേ സെയിം രീതിയിൽ ഏത് രീതിയിലുള്ള ടാക്സ് പെയറാണ് നമ്മുടെ ബിസിനസ് സ്ഥാപനം, ഏത് രീതിയിലുള്ള പ്രോപ്പർട്ടിഷിപ്പ് ആണോ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ, ലോക്കൽ അതോറിറ്റി ആണോ, അത് നിങ്ങൾക്ക് ആ ബിസിനസ്സിൻ്റെ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ചോദിക്കുന്നത് നിങ്ങളുടെ ഏത് സ്റ്റേറ്റിലാണ് നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം ഉള്ളത്, അതുപോലെ തന്നെ നിങ്ങൾ ഏത് ജൂറിസെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടാക്സ് അതോറിറ്റിയുടെ കീഴിലാണ് വരുന്നത്, സ്റ്റേറ്റിൻ്റെ അകത്ത് ഏത് സ്ഥലത്താണ് നിങ്ങൾ, ഏത് സ്റ്റേറ്റിൻ്റെ അകത്ത് ഏത് ഡിസ്ട്രിക്റ്റിലാണ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമുക്കെന്താണ് ടാക്സ് പേ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ മൂന്നാറിലുള്ള ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അത് പ്രധാനമായിട്ടും തന്നെ കട്ടപ്പന അല്ല എങ്കിൽ ആലുവ ടാക്സ് സർക്കിളിൻ്റെ കീഴിലൊക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾക്ക് കോമ്പോസിഷൻ, നിങ്ങൾക്ക് GSTയുടെ അകത്ത് ഇനി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് GSTയുടെ അകത്ത് എത്ര രീതി രജിസ്ട്രേഷൻ എടുക്കാമെന്ന്. GSTയുടെ അകത്ത് നിങ്ങൾക്ക് 2 രീതിയിൽ ഒരു ബിസിനസ്സുകാരൻ്റെ രജിസ്ട്രേഷൻ എടുക്കാം. ഒന്നിൽ കോമ്പോസിഷൻ സ്കീം അല്ലെങ്കിൽ റെഗുലർ രജിസ്ട്രേഷൻ സ്കീം. അത് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ, നമുക്ക് കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കോമ്പോസിഷൻ സ്കീം എന്നുള്ളത് യെസ് ആക്കാം. ഈ മുതലായ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങൾ എന്നാണ് ബിസിനസ് സ്ഥാപനത്തിൽ വന്നേക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ടൈപ്പ് എന്ത്, നിങ്ങൾ മാനുഫാക്ചർ ആണോ, അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന വ്യക്തിയാണോ, അങ്ങനെ മുതലായ ഏത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബേസിക് ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ നിങ്ങൾ എന്നാണ് ബിസിനസ് സ്ഥാപനത്തിൽ നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, എന്നാണ് നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ ചെയ്തെടുക്കാൻ പാകത്തിന് നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ ലിമിറ്റ് കഴിഞ്ഞത്, ആ കാര്യങ്ങൾ, നിങ്ങൾ കാഷ്വൽ ടാക്സ് പേഴ്സൺ ആണെങ്കിൽ ആ കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് ഏത് കാലം തൊട്ടെന്നാണ് നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ ആവശ്യമായിട്ട് വരുന്ന ആ കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ഏതൊക്കെ രീതിയിലുള്ള ടാക്സ് സിസ്റ്റമായി നിങ്ങൾക്ക് ബന്ധപ്പെട്ട് നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിന് കേരളത്തിനുള്ളിൽ മാത്രമാണ് സപ്ലൈ ഉള്ളത്, പുറത്തേക്ക് സപ്ലൈ ഉണ്ടോ, അതുമായി ബന്ധപ്പെട്ടുള്ള ടാക്സ് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ കോർപ്പറേറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ മുതലായ കാര്യങ്ങൾ, നമ്മൾ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ പെടുന്ന പാർട്ടിയാണെങ്കിൽ ആ കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്താണ് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പാർട്ട് ബിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ബിസിനസ്സിൻ്റെ പഴയ ടാക്സ് സിസ്റ്റത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ ഇതിനു മുമ്പ് ഏതെങ്കിലും ടാക്സ് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ടാക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണ് ഇവിടെ വരുന്നത്.
ഇതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ബിസിനസ്സുമായി റെസ്പോൺസിബിൾ ഉള്ള ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പൂരിപ്പിച്ച് കൊടുക്കണം. നമ്മൾ പാർട്ട് ബിയിൽ പൂരിപ്പിച്ച് കൊടുക്കണം. ബിസിനസ്സിൻ്റെ എല്ലാ രീതിയിലുള്ള ID പ്രൂഫുകളും ഡോക്യുമെൻറ്റ്സും മസ്റ്റായിട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. നമ്മൾ പാർട്ട് ബി എന്ന് പറയുന്ന സ്ഥലത്ത് പൂരിപ്പിച്ച് കൊടുക്കണം. ഇനി എന്തൊക്കെയാണ് നമുക്ക് പാർട്ട് ബിയുടെ അകത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഫോംസ് അല്ലെങ്കിൽ ലീഗൽ ഡോക്യുമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാൻ കാർഡ് ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ടും പൂരിപ്പിച്ച് കൊടുക്കുക. പാൻ കാർഡിൻ്റെ ഒരു കോപ്പി നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈൻ മുഖേന സബ്മിറ്റ് ചെയ്യണം. പിന്നെ പ്രൂഫ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് പാർട്ണർഷിപ്പ് ഡീഡ്, ഏത് തരത്തിൽ പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനം ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റോ, ഈ രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പികൾ. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ബിസിനസ് സ്ഥാപനം ഏതെങ്കിലും തരത്തിൽ ഏത് സ്ഥലത്താണ് അഡ്രസ്സ് തെളിയിക്കാൻ സഹായിക്കുന്ന ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഒരു കോപ്പി, അല്ല എങ്കിൽ ബിസിനസ്സിൻ്റെ റെൻ്റൽ കോപ്പി, അങ്ങനെ റെൻ്റൽ എഗ്രിമെൻറ്റിൻ്റെ കോപ്പി, ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഈ രീതിയിലുള്ള ഏതെങ്കിലും ID പ്രൂഫിൻ്റെ കോപ്പി മസ്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യണം. പിന്നെ എന്താണ്, നമ്മുടെ GSTയുടെ അകത്ത് നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അതുപോലെ തന്നെ എന്താണ്, നമ്മളെന്താണ് ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കോ അല്ലെങ്കിൽ എന്താണ് അക്കൗണ്ട് ഹോൾഡർ നെയിം മെൻഷൻ ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിൻ്റെ ചെക്ക് ബുക്കോ മുതലായ കാര്യങ്ങളുടെ ഏതെങ്കിലും ഒരു കോപ്പി എന്താണ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതുപോലെ തന്നെ authorized signatory like list of partners with their identity address proof in the case of partnership firm. അതായത് പാർട്ണർഷിപ്പ് ഫേമിൻ്റെ കാര്യത്തിലാണ് എങ്കിൽ എന്താണ്, ഓരോ പാർട്ട്നേഴ്സിൻ്റെ അഡ്രസ്സ് മെൻഷൻ ചെയ്യുന്ന ID പ്രൂഫ്, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് മുതലായ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ പാർട്ട് ബി എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ ഒപ്പം പാർട്ട് ബി എന്ന് പറയുന്ന GST രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോമിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഓൺലൈൻ മുഖേന. ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ GST രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മുടെ GSTയുടെ അകത്ത് വരുന്ന GST രജിസ്ട്രേഷനുമായിട്ട് വരുന്ന പാർട്ട് ബിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് ഒത്തിരിയുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിയിൽ പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽ ഓഫ് അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പാർട്ട്നേഴ്സുമായി നമ്മുടെ ബിസിനസ്സിൻ്റെ പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഓതറൈസ്ഡ് സിഗ്നേറ്ററിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, ഈ രീതിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ പാർട്ട് ബി എന്ന് പറയുന്ന GSTR 01 ആ ആപ്ലിക്കേഷൻ ഫോം ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യാൻ. ഇതെല്ലാം കൂടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, നമ്മുടെ ഇൻകം ടാക്സ് ഓഫീസർ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിയറായിട്ട് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഈ GSTR 01 പാർട്ട് എയും പാർട്ട് ബിയും മുതലായ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അക്നോളജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ ഓൺലൈൻ മുഖേന നിങ്ങളുടെ ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓൺലൈൻ മുഖേന നിങ്ങൾ GST പോർട്ടലിൽ രജിസ്ട്രേഷന് വേണ്ടി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അതിൻ്റെ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പീസും ഇൻകം ടാക്സ് അതോറിറ്റിക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അക്നോളജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ആണ്. ഈ അക്നോളജ്മെൻറ്റ് സർട്ടിഫിക്കറ്റിനെ വിളിക്കുന്ന പേരാണ് GST ആൻഡ് രജിസ്ട്രേഷൻ 2 എന്ന് പറയുന്ന കാര്യം. ഇതാണ് നമ്മുടെ ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെയൊരു അക്നോളജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടുന്നത്. GSTR രജിസ്ട്രേഷൻ 01 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പാർട്ട് എയും പാർട്ട് ബിയും പൂരിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അക്നോളജ്മെൻറ്റ് സർട്ടിഫിക്കറ്റാണിത്. ഇത്രയുമാണ് രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാലും നമുക്ക് GST നമ്പർ കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. GST നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ എന്തുള്ളൂ, നമുക്ക് നമ്മുടെ ബിസിനസ് സ്ഥാപനം GSTയുടെ അകത്ത് എന്നേക്കുമായിട്ട് രജിസ്റ്റർ ചെയ്തു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. നമ്മളിപ്പോൾ എന്താണ് കമ്പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബേസിക് കാര്യങ്ങളും ബേസിക് വിവരങ്ങളും GSTR രജിസ്ട്രേഷൻ 1 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം വഴി പൂരിപ്പിച്ച് കൊടുത്തേ ഉള്ളൂ. അതിനുശേഷം ഗവൺമെൻറ് പറയും ഈ രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളിങ്ങനെ വിവരങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അക്നോളജ്മെൻറ്റ് സർട്ടിഫിക്കറ്റാണ് GST രജിസ്ട്രേഷൻ 02 എന്ന് പറയുന്നത്. ഇനി കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണ് ഈ രീതിയിൽ ഒരു
ഈ ഒരു അക്നോളജ്മെൻറ്റ് സർട്ടിഫിക്കറ്റിൽ പ്രധാനമായിട്ടും നമ്മുടെ TRN നമ്പർ അഥവാ ടെമ്പററി നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ടെമ്പററി റെഫറൻസ് നമ്പർ ഉണ്ടാകും. അതുപോലെ തന്നെ എന്നാണ് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ നമ്പർ, ഫോമുമായി ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷൻസ്, എന്നായിരിക്കും നമ്മൾ ഏത് ഡേറ്റിലായിരിക്കും നമ്മൾ ഫയൽ ചെയ്തേക്കുന്ന ടൈം, ആരുടെ പേരിലാണ് ടാക്സ് അടയ്ക്കുന്നത് ഗവൺമെൻറ്റിലേക്ക്, ഏത് ജൂറിസെക്ഷൻ്റെ കീഴിൽ, ഏത് സ്റ്റേറ്റിൻ്റെ കീഴിൽ, ആരാണ് ഫയൽ ചെയ്തേക്കുന്നത്, പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കോർപ്പറേറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ഏത് ഡേറ്റിലാണ് ഫയൽ ചെയ്തേക്കുന്നത്, എമൗണ്ട്, എത്ര എമൗണ്ട് ഈ രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ടുണ്ട്, ഏത് പ്ലേസിലാണ് ഇത് അടച്ചേക്കുന്നത്, ഈ മുതലായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് കാണിക്കും, നമ്മുടെ അടങ്ങുന്ന ഒരു അക്നോളജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇനി മറ്റൊരു കാര്യം, കോഷ്യൽ ടാക്സബിൾ പേഴ്സൺ ആണ് ഈ ഒരു GST രജിസ്ട്രേഷൻ കോഷ്യൽ ടാക്സബിൾ പേഴ്സൺ ആണ് ഈ രീതിയിൽ GST രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് TRN നമ്പർ കിട്ടുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അക്നോളജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഒരു ടാക്സ് എമൗണ്ട് സെക്ഷൻ 27 പ്രകാരമുള്ള ഒരു അഡ്വാൻസ് ടാക്സ് എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ അവർക്ക് എന്ത് ചെയ്യുള്ളൂ, TRN നമ്പർ അലോട്ട് ചെയ്ത് കിട്ടുകയുള്ളൂ. ഇത്രയുമാണ് രജിസ്ട്രേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഫോമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ.